ഹായ് ഹലോ, ഞാൻ സീനയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് പുറത്ത് വന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഔട്ടിങ്. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചുമ്മാ പോകാറുള്ള പോലെ തന്നെ ഇന്നും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സാധാരണ സ്റ്റൈൽ ചെയ്യണ രീതിയിലല്ല ഈ പ്രാവശ്യം ചെയ്തേക്കണം. കുറച്ച് ഡിഫറെൻ്റായിട്ട് ചെയ്യണം, കുറച്ച് ഇങ്ങനെ ഗേളിഷ് ലുക്കിൽ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ജീൻസും പിന്നെ ഈ ഒരു ഷർട്ട് ഞാനങ്ങനെ യൂസ് ചെയ്യില്ലായിരുന്നു കേട്ടോ. ഇത് ത്രിഫ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. എന്തോ 110 അങ്ങനെ എന്തോ ആയിട്ടുണ്ടായുള്ളൂ. ആ ഒരു ഡ്രസ്സ് കൂടെ ഞാൻ ഗോൾഡൻ ജ്വല്ലറീസൊക്കെ ആക്സസറീസായിട്ട് ഇട്ടിട്ട് അടിപൊളിയായിട്ട് എനിക്കിഷ്ടപ്പെട്ടു സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങൾ ഫോട്ടോച്ചിൽ പോയി. നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലം തന്നെ, പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ പ്രിൻസസ് സ്ട്രീറ്റിലാണ് കൂടുതലായിട്ടും ടൈം സ്പെൻഡ് ചെയ്തത്. അവിടുത്തെ ആ ഒരു ഏരിയയൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. നല്ല ഭംഗിയുണ്ട്, ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ കുറേ ഈ ബീച്ച് വൈബിൽ ഇടാൻ പറ്റിയിട്ടുള്ള കുറേ അടിപൊളി ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണ് കേട്ടോ ഇത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിൽ പോയിട്ട് ഒരു കോൾഡ് ബൂസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചു. അത് നല്ല റിഫ്രഷ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അത് കുടിച്ചു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഏരിയയിലത്തെ ഈ ഒരു ഷോപ്പിലത്തെ കോൾഡ് ബൂസ്റ്റ്. പിന്നെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരം കൂടുതലായിരുന്നു. സാധാരണ ഞങ്ങൾ പറയാറുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം പറയാനായിട്ട് വിട്ടുപോയി. അപ്പോൾ അത് കാരണം മധുരം കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് കേട്ടോ ഡ്രസ്സ് ചെയ്തത്. ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്, പക്ഷേ പുള്ളിക്കാരത്തി ജോബ് സംബന്ധമായിട്ട് ഇപ്പോൾ ഇത്തിരി ബിസി ആയത് കാരണം ഇന്നുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ മൂന്നും കൂടിയാണ് എപ്പോഴും ഫോട്ടോച്ചിൽ പോണത്. പുള്ളിക്കാരത്തി ഇല്ലാത്തതിനൊരു മിസ്സിങ് ഉണ്ട്. ഈ ഒരു വേഫിളിൻ്റെ ഷോപ്പിൽ അത് നല്ല അടിപൊളി ഷോപ്പാണ്. പിന്നെ കുറച്ച് ടൈം ബീച്ചിലൊക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് അധികം നമുക്കവിടെ കറങ്ങടക്കാറൊന്നും പറ്റില്ല, കാരണം കരിഞ്ഞു പോകും. പിന്നെ ഈ ഒരു പുള്ളി എൻ്റെ കൂടെ തന്നെ ഇരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഞങ്ങളുടെ ഇവിടെ എസ്കോട്ട് പോലെ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവനും പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. പുള്ളിക്കാരത്തേക്ക് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, റിൻഷാദ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യണമായിരുന്നു. പിന്നെ ഈ ഒരു നമ്മുടെ ജങ്കാറിൻ്റെ ഒക്കെ ഓപ്പോസിറ്റുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ഫുഡ്. കുറച്ച് എക്സ്പെൻസാണ്, അധികമൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു ഏരിയയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും നോർമൽ റേറ്റാണ്. പക്ഷേ നമുക്ക് സാധാരണ ഒരു ഷോപ്പിൽ കയറി കഴിക്കണതിൻ്റെ അതിനേലൊരു ചെറിയൊരു പ്രൈസ് ഉണ്ടാവട്ടെ. ചിലപ്പോൾ ഞങ്ങൾ ചിക്കൻ പാസ്തയാണ് മെയിനായിട്ട് ഓർഡർ ചെയ്തത്. അതിനൊരു അറൗണ്ട് ഒരു 500. അതെനിക്ക് തോന്നുന്നു നോർമലായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഈ ഒരു ഷോപ്പിൽ ഫോട്ടോസിൽ വരുന്നുണ്ടെന്നാണെങ്കിൽ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് ചിക്കൻ പാസ്ത, ക്രീം ഓഫ് ചിക്കൻ പാസ്ത ഭയങ്കര ടേസ്റ്റാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മേളിൽ മെൽറ്റായിട്ട് ചീസൊക്കെ കിടപ്പുണ്ട്. പിന്നെ വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട് അവിടെ. നമുക്കൊരു ദിവസം അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഇതായിരുന്നു കേട്ടോ എൻ്റെ ചെയിൻ. ഞാൻ പുതിയത് വാങ്ങിച്ചതാണ്, ഒരു പൂക്കി ആ സാധനം. പിന്നെ കുറച്ച് ടൈം ഞങ്ങൾ ബീച്ചിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ വെള്ളത്തിലൊന്നും അധികം ഇറങ്ങിയില്ല. സാധാരണ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഷെല്ലൊക്കെ പിറക്കി നടക്കല പരിപാടി കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ഇറങ്ങിയില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ പോരാം എന്നുള്ള ഒരു രീതിയിലായിരുന്നേ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ടൈം അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് ഈ ചേട്ടൻ മീനൊക്കെ പിടിക്കണ്ടായിരുന്നു. 2 മീൻ ഉണ്ടായുള്ളൂ, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ, ഇങ്ങനെ പിടിച്ചിങ്ങനെ കൊണ്ടുവന്നെയൊക്കെ കാണാനായിട്ട്. അപ്പം അങ്ങനെ അതൊക്കെ കണ്ടു. ഞങ്ങൾ ആ ഒരു ടൈം ഒരുമിച്ചുള്ള ആ ഒരു ടൈം നന്നായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന്.